നമസ്കാരം. ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷ പദവിയിൽ ഇപ്പോൾ ജെ.പി. നഡ്ഡയാണ് ഇരിക്കുന്നത്. അദ്ദേഹം ആരോഗ്യ മന്ത്രിയാണ്. അതായത് കേന്ദ്ര ആരോഗ്യ മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ തന്നെ അദ്ദേഹം ആരോഗ്യമന്ത്രി ആയപ്പോൾ തന്നെ, അതായത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് രണ്ട് പദവിയും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര പദവിയല്ല. കാരണം വലിയ ഒരു ചുമതലയുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയും കൂടെ നോക്കണം. അതുകൊണ്ട് എനിക്ക് രണ്ട് പദവിയും കൂടെ കൊണ്ടുപോകാൻ എനിക്ക് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വേറെ ഒരാളെ കൊണ്ട് ഇരുത്തണം, അല്ലെങ്കിൽ വേറെ ഒരാളെ ആ പദവി വേറെ ഒരാളെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് ജെ.പി. നഡ്ഡ ആദ്യമേ തന്നെ നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ബി.ജെ.പിയുടെ മറ്റു മുതിർന്ന നേതാക്കളോടും പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഒരു വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പരക്കാൻ തുടങ്ങി. ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് ഇന്ന ആളുകൾ, അതായത് നിതിൻ ഗഡ്കരി അടക്കമുള്ളവർ വരും. അങ്ങനെ പലതരത്തിലുള്ള പേരുകളും മാധ്യമങ്ങളടക്കം ബി.ജെ.പിയുടെ ചില നേതാക്കളടക്കം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് വരുന്നത് ഒരു വനിതാ നേതാവ് തന്നെയായിരിക്കും. അതിന് സ്മൃതി ഇറാനി അല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ അങ്ങനത്തെയുള്ള ഒരു ശക്തിയായ വനിതാ നേതാവിനെ കൊണ്ട് ഇരുത്തി ഒരു ചരിത്രം സൃഷ്ടിക്കാനുള്ള ഒരു നീക്കം ബി.ജെ.പി നടത്തുമെന്നൊക്കെയുള്ള പല രീതിയിലുള്ള വാർത്തകളും പല അഭ്യൂഹങ്ങളും പുറത്തേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയ്ക്കും ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ബി.ജെ.പി ഇപ്പോൾ ഒരു മാറി ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഒരു വലിയൊരു മാറ്റം ഇതിലേക്ക് കൊണ്ടുവരുന്നു. അതായത് യുവ നേതാക്കളെ ഇതിലേക്ക് ഇറക്കുന്നു. അതായത് ഒരു യുവ നേതാവിനെയായിരിക്കും ബി.ജെ.പി ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാൻ പോകുക എന്ന ഒരു നീക്കം ബി.ജെ.പിയുടെ, അതായത് നരേന്ദ്രമോദിയുടെയും അതോടൊപ്പം തന്നെ അമിത്ഷായുടെയും ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്നടക്കമുള്ള പല വാർത്തകളും പല അഭ്യൂഹങ്ങളും ഇങ്ങനെ പരക്കെയുണ്ടായിരുന്നു. അതായത് ബീഹാറിൽ നിന്നായിരിക്കും ആ ഒരു യുവ നേതാവ് ബി.ജെ.പിയുടെ അമരത്തേക്ക്, അതായത് ബി.ജെ.പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അഥവാ ബി.ജെ.പിയുടെ താക്കോൽ സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് എന്നടക്കമുള്ള പല പേരുകളും അതോടൊപ്പം തന്നെ പല വാർത്തകളും പല അഭ്യൂഹങ്ങളും ഉയർന്നു കേട്ടിരുന്നു. അങ്ങനെയാണ് നിതീഷ് കുമാറിന്റെ മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്ന വ്യക്തിയെ തന്നെ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അതിനു മുമ്പ് തന്നെ ഒരു ആക്ടിംഗ് പ്രസിഡന്റ് എന്ന സ്ഥാനത്തേക്ക് അദ്ദേഹം കുറച്ചു മാസം പ്രവർത്തിച്ചു. കാര്യങ്ങളെല്ലാം തന്നെ പഠിച്ചു മനസ്സിലാക്കിയതിനു ശേഷമാണ് അദ്ദേഹം നാളെയോടുകൂടി തന്നെ എതിരില്ലാതെ തന്നെ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനായിട്ട് അദ്ദേഹം ചുമതലയേൽക്കാൻ പോവുകയാണ്. അതായത് ബി.ജെ.പിയുടെ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിതിൻ നവീൻ ഇന്ന് നാമനിർദ്ദേശിക പത്രിക സമർപ്പിക്കാനായിട്ട് പോവുകയാണ്. നിലവിലെ ബി.ജെ.പി വർക്കിംഗ് പ്രസിഡന്റ് ആണ് ബീഹാറിൽ നിന്നുള്ള നേതാവായ നിതിൻ നവീൻ. ഇന്ന് ദേശീയ തലസ്ഥാനത്തെ പാർട്ടി ആസ്ഥാനത്ത് അദ്ദേഹം ഔദ്യോഗികമായി ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കും. പാർട്ടി ആസ്ഥാനത്ത് നടക്കുന്ന നാമനിർദ്ദേശ പ്രക്രിയയിൽ ബി.ജെ.പിയുടെ ശക്തി പ്രകടനം നടക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ ബി.ജെ.പി മുഖ്യമന്ത്രിമാരും സംസ്ഥാന യൂണിറ്റ് പ്രസിഡന്റുമാരും മുതിർന്ന പാർട്ടി നേതാക്കളും പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 5 തവണ ബീഹാർ എം.എൽ.എ ആയ നിതിൻ നവീൻ പാർട്ടിയുടെ 12ാമത് ദേശീയ പ്രസിഡന്റായി എതിരില്ലാതെയായിരിക്കും തെരഞ്ഞെടുക്കാനായിട്ട് പോകുന്നത്. ബി.ജെ.പി ദേശീയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്നും സംസ്ഥാന കൗൺസിലുകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു ഇലക്ടറൽ കോളേജ് ആണ് ഇതിലെല്ലാം ചുക്കാൻ പിടിക്കാൻ പോകുന്നത്. ഈ പ്രക്രിയയ്ക്ക് പാർട്ടിയുടെ ദേശീയ റിട്ടേണിംഗ് ഓഫീസർ മേൽനോട്ടം വഹിക്കുമെന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് നിതിൻ നവീൻ ബി.ജെ.പി ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. ബി.ജെ.പി ദേശീയ റിട്ടേണിംഗ് ഓഫീസർ കെ ലക്ഷ്മണൻ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പ്രകാരം പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശക പത്രിക തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ സമർപ്പിക്കും. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായതിനു ശേഷം അടുത്ത ദിവസം ബി.ജെ.പി പ്രസിഡന്റിന്റെ പേര് പ്രഖ്യാപിക്കും. അതായത് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കും. അതായത് കോൺഗ്രസിന്റെ പാർട്ടിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കോൺഗ്രസ് എപ്പോഴും ഈ യുവ നേതാക്കന്മാരെ അടക്കം പിന്തള്ളുന്ന ഒരു അവസ്ഥ ആണ് കോൺഗ്രസ് എല്ലാ കാലത്തും ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ രീതിയിൽ ബി.ജെ.പി ഒന്ന് മാറി ചിന്തിക്കുന്നത് ഇപ്പോൾ യുവാക്കളുടെ കാലഘട്ടമാണ്, ജെൻസികളുടെ കാലഘട്ടമാണ്. അപ്പോൾ യുവാക്കൾക്ക് പാർട്ടിയിൽ വലിയ രീതിയിലുള്ള ഒരു പദവികൾ നൽകാനുള്ള ഒരു നീക്കമാണ് ബി.ജെ.പി ഇതിലൂടെ കാണിക്കുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ യുവാക്കൾക്ക് ഒരു വിശ്വാസം ഈ പാർട്ടിയിൽ ഉണ്ടാക്കുക. അതായത് ഈ ബി.ജെ.പി എന്ന പാർട്ടി യുവാക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു യുവാവ് പാർട്ടിയിലേക്ക് വന്നാൽ അവർക്ക് അവിടെ ഒരു നല്ല പദവി അല്ലെങ്കിൽ നല്ലൊരു സ്ഥാനം ഉണ്ടാകും. അല്ലാതെ വെറും നിങ്ങളൊരു പാർട്ടിയിലെ ഒരു അംഗമാണ് എന്നൊരു പേര് മാത്രമായിരിക്കില്ല, നിങ്ങൾക്കൊരു നല്ലൊരു പദവി തന്നെ ബി.ജെ.പിയിൽ വന്നാൽ കിട്ടും. അങ്ങനെ ഒരു സന്ദേശമാണ് നരേന്ദ്രമോദി അമിത്ഷായും ഇതിലൂടെ നൽകുന്നത്.